നമസ്കാരം. ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാരേറ്റ്. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ കുറിച്ചാണ്. ഈ പറയുന്ന താരൻ, അകാല നര, മുടികൊഴിച്ചിൽ ഇതൊക്കെ ഏറെക്കുറെ നമ്മുടെ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അസിഡിറ്റി വളരെ കൂടുമ്പോൾ തലയിലുള്ള വിയർപ്പിൽ ഒരു ആസിഡിന്റെ സ്വഭാവം വരികയും മുടിയിഴകളിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു വിയർപ്പ് കാരണം, ആസിഡ് കലർന്ന വിയർപ്പ് കാരണം സ്കാൽപ്പിലുള്ള സെൽസിനെ അത് നിർജീവമാക്കുകയും ശൽക്കങ്ങൾ പോലെ ആ ഒരു സെൽസ് ഇളകി വരികയും ചെയ്യുന്നു. ഇതാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു നോർമലായിട്ട് ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് ഉണ്ട്. ഇത് ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ, കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ സ്കാൽപ്പ് ഓവർ സെബം പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടോ ഈ ഒരു ഈസ്റ്റിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവുകയും അപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ കാലാവസ്ഥാ വ്യതിയാനം. നല്ല തണുത്ത ക്ലൈമറ്റിലും, അതായത് വിന്റർ സീസണിലൊക്കെ സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആവാറുണ്ട്. അതുപോലെ ഷാംപൂവിന്റെ ഓവർ യൂസ്, കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഓവർ യൂസ്, ഹെയർ ജെല്ലും ഹെയർ സ്പ്രേയും ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടോ, കെരാറ്റിൻ സ്മൂത്തനിങ് പോലുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടോ ഒക്കെ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രെസ് വളരെയധികം കൂടുന്ന കണ്ടീഷൻ, ഉറക്കക്കുറവ്, ഹോർമോൺ ഇംബാലൻസ്, PCOD, തൈറോയ്ഡ് പോലുള്ള കണ്ടീഷനിലുള്ള ഹോർമോൺ ഇംബാലൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. വളരെ പുവർ ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ സിങ്ക്, omega-3, വിറ്റമിൻ B കോംപ്ലക്സ് ഇതൊക്കെ കുറവാണെങ്കിലും അത് ഡാൻഡ്രഫിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ, നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം കുടിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികം സ്കിൻ ഡ്രൈ ആവുന്നത് പോലെ തന്നെ സ്കാൽപ്പും ഡ്രൈ ആവും. അതും ഡാൻഡ്രഫിന് കാരണമായിട്ട് വരാറുണ്ട്. ഡാൻഡ്രഫിനെ നമുക്ക് പ്രധാനമായിട്ടൊരു 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. ഒന്ന് ഡ്രൈ ഡാൻഡ്രഫ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ വിന്റർ ക്ലൈമറ്റിലും അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെയൊക്കെ ഓവർ യൂസ് കൊണ്ട്, ഷാംപൂവിൻ്റെ ഓവർ യൂസ് കൊണ്ട്, ഓവറായിട്ട് ഈ ഹെയർ പ്രോഡക്ട്സ്, കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുണ്ടാകുന്നത് ആണ് ഒരു ഡ്രൈ ഡാൻഡ്രഫ്. ഇനി ഓയിലി ഡാൻഡ്രഫ്, ഓവറായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെബം ഓവർ പ്രൊഡക്ഷൻ കൊണ്ടും ഉണ്ടാകുന്ന ഒരു ഡാൻഡ്രഫ്. ഇത് മിക്കവാറും ഒരു യെല്ലോ കളറിലായിരിക്കും, വളരെ തിക്കായിരിക്കും, ഇച്ചിങ്ങും വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു ഓയിലി ഡാൻഡ്രഫിനെ അപേക്ഷിച്ച് ഡ്രൈ ഡാൻഡ്രഫിൽ സ്കാൽപ്പ് വൈറ്റ് പാച്ചസ് ആയിരിക്കും ഉള്ളത്, ഇച്ചിങ്ങും വളരെ കുറവായിരിക്കും. പിന്നെയുള്ളൊരു കണ്ടീഷൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. ഇതൊരു സിവിയർ കണ്ടീഷൻ ആണ്. ഇതിൽ വളരെ തിക്കായിട്ടുള്ള ഫ്ലേക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഇച്ചിങ്ങും വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ നമ്മളത് നന്നായിട്ട് ചൊറിയുമ്പോൾ എറോഷനൊക്കെ ഉണ്ടായി ചെറുതായിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒന്നാണ് സോറിയാസിസ് കണ്ടീഷനിൽ വരുന്ന ഡാൻഡ്രഫ്. ഇതും വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഫ്ലേക്സ് വളരെ തിക്കായിരിക്കും, ഒരു സിൽവർ വൈറ്റ് ഫ്ലേക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, ഇച്ചിങ് വളരെ കൂടുതലായിരിക്കും. ഈ 2 കണ്ടീഷനിലും നമ്മൾ ഒരു സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഡോക്ടറെ കണ്ട് വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, മെഡിസിൻ ഒക്കെ കഴിക്കേണ്ടതാണ്, കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം. ഡാൻഡ്രഫിന്റെ റെമഡീസ് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ആസിഡിറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആസിഡിറ്റി നിയന്ത്രിച്ചാൽ തന്നെ ഒരു 99% ഡാൻഡ്രഫും നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ്, കടയിൽ നിന്ന് വാങ്ങുന്ന കുക്കുംബർ ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം വെള്ളം ചേർക്കാതെ അരിച്ച് ഉപയോഗിക്കാം. ഈ ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ്സിന് ശേഷമായിരിക്കണം നമ്മൾ നെക്സ്റ്റ് എന്തെങ്കിലും കഴിക്കേണ്ടത്. അതുപോലെ വൈകുന്നേരം ആഹാരത്തിന് മുന്നേ ഒരു 7 മണിക്ക് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കഴിക്കുക. രാത്രി ഭക്ഷണത്തിന് ശേഷം, ഡിന്നറിന് ശേഷം ഒരു കുക്കുംബർ സാലഡായിട്ട് ചവച്ചരച്ച് കഴിക്കാം. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ആസിഡിറ്റി നിയന്ത്രിക്കാൻ പറ്റും. ആസിഡിറ്റി നിയന്ത്രിച്ചാൽ ആ ഒരു വിയർപ്പിൽ ആസിഡിന്റെ സ്വഭാവം കുറയുകയും നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെ പ്രതിരോധിക്കാനും സാധിക്കും. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ഡൈജഷൻ ഒന്ന് കുറയുകയും അപ്പോഴും ആസിഡിറ്റി ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ ഒരു പ്രോട്ടീൻ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുക. ഇങ്ങനെ നല്ലൊരു ആസിഡിറ്റി കണ്ടീഷൻ ഉള്ളപ്പോൾ എടുക്കുന്ന പ്രോട്ടീൻ്റെ അളവ് ഒന്ന് നിയന്ത്രിക്കുക. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, മസിൽ വീക്ക്നെസ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ പ്രോട്ടീൻ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രോട്ടീൻ ഭക്ഷണം എടുത്ത ശേഷം അതിൻ്റെ ദഹനം ഈസി ആക്കാനും ആസിഡിറ്റി കുറയ്ക്കാനും വേണ്ടിയിട്ട് 4 മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ആ പ്രോട്ടീൻ എടുത്തതിൻ്റെ ആ ഒരു ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പഴകിയ മാവിൻ്റെ ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഒഴിവാക്കുക. സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത കുറേ ദിവസത്തേക്ക് ഇഡ്ഡലി മാവും ദോശമാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അത് ഉപയോഗിക്കുന്നൊരു പ്രവണത കാണാറുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കി അന്നുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അതായത് തലേ ദിവസം ഉണ്ടാക്കിയ മാവിൻ്റെ ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുക.
ഒരുപാട് പുളിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് പുളിയുള്ള സാമ്പാർ, പുളിയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ ഒഴിവാക്കുക. അതുപോലെ ഈസ്റ്റ് ചേർന്നിട്ടുള്ള അപ്പം, ഈസ്റ്റ് ചേർന്നിട്ടുള്ള മറ്റു പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. തൈരാണെങ്കിലും ഒത്തിരി പുളിയുള്ള തൈര് ഒഴിവാക്കുക. ഒരു മിതമായ പുളിയുള്ള തൈര് മാത്രം ഉപയോഗിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസ് ഒക്കെ ചെയ്യാം, ഒന്ന് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഓഫീസ് സംബന്ധമായിട്ടുള്ളതോ ഫാമിലി സംബന്ധമായിട്ടുള്ളതോ സ്ട്രെസ് കുറയ്ക്കുക. ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും വഴി നമുക്ക് അതിനെയും പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തലയിൽ ഓണിയൻ ജ്യൂസ്, ഒരുപാട് ഹോട്ടായിട്ടുള്ള ഓയില്, കേർഡ്, ഇതൊക്കെ തലയിൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ജങ്ക് ഫുഡ്സ്, ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം, ഷുഗറിന്റെ ഓവർ ഉപയോഗം, ഉപ്പിന്റെ ഓവർ ഉപയോഗം, ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ സിങ്ക്, ഒമേഗ 3, വിറ്റമിൻ ബി കോംപ്ലക്സ് ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനായിട്ട് വാൽനട്ട്, ഫ്ലാക്സ് സീഡ്സ്, ബനാന, എഗ്ഗ്, കാഷ്യൂസ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു അഭാവം ഒഴിവാക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനം ത്രിബല ചൂർണം. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ത്രിബല ചൂർണം ഒരു മഗ് വെള്ളത്തിൽ ഒരു 1-2 സ്പൂൺ ത്രിബല ചൂർണം ഇട്ട് ഒരു 15 മിനിറ്റ് ബോയിൽ ചെയ്ത് ഒരു കഷായം പോലെ ആക്കി അതിന് നല്ലപോലെ തണുക്കാൻ വെക്കുക. ആ വെള്ളം ഉപയോഗിച്ച് ഡെയിലി നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് കഴുകുകയാണെങ്കിൽ ഡാൻഡ്രഫും നമ്മുടെ തലയിലുള്ള ആ ഒരു അഴുക്കും ചെളിയും അതുപോലെ ഡാൻഡ്രഫിനെ തുടർന്നുണ്ടാവുന്ന ഇച്ചിങ്ങും കുറയാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു നോർമൽ കണ്ടീഷനിലാണ്. ഒരു സിവിയർ കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻ തന്നെ എടുക്കേണ്ടി വരും. പ്രോപ്പറായിട്ടുള്ള ഷാംപൂസും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ വെളിച്ചെണ്ണയിൽ നാരങ്ങാനീര് ചേർത്ത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. തേങ്ങാപ്പാലും നാരങ്ങാനീരും ഉപയോഗിക്കാം. കടുകരച്ച് തേക്കാം. അതുപോലെ ഉലുവ, തലേ ദിവസം കുതിർത്ത ഉലുവ അരച്ച് സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വാഷ് ചെയ്ത് കളയാം. ഉലുവ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കൂടിയാണ്. മുടി സ്മൂത്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉലുവയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ സ്മൂത്തനിങ്, കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവർ പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ കൂടി ചെയ്യുക. ആ ഒരു പ്രോപ്പർ ടൈമിൽ ഹെയർ വാഷ്, ഷാംപൂ ഒക്കെ യൂസ് ചെയ്യണം. കണ്ടീഷണറിന്റെ തെറ്റായ യൂസും നമുക്ക് സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാനായിട്ട് സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് എല്ലാം ഒരു പ്രോപ്പർ രീതിയിൽ മാത്രം ചെയ്യുക. ഡാൻഡ്രഫിൽ ഇച്ചിങ് ഉള്ള കണ്ടീഷനിൽ നമ്മൾ നന്നായിട്ട് ചൊറിയുവാണെങ്കിൽ ആ സ്കിൻ ഇളകി പോരാനും ഡാൻഡ്രഫ് കൂടാനും സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ അലോവേറ ജെൽ യൂസ് ചെയ്യാം. ഇത്രയൊക്കെ ടിപ്സ് ഉണ്ടെങ്കിലും എല്ലാ ടിപ്സും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഡാൻഡ്രഫ് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിലാണ് ഈ ജെല്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക, ഓയിൽ ചേർന്നിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് അഗ്രിവേറ്റ് ചെയ്യാറാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഡാൻഡ്രഫിന്റെ കണ്ടീഷൻ എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അസിഡിറ്റി കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ്റെ ഓവർ യൂസ് കൊണ്ടുള്ളതാണോ, അല്ലെങ്കിൽ കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ, അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം കറക്റ്റായിട്ടുള്ള കെയറും പ്രിക്കോഷൻസും ഒക്കെ എടുക്കേണ്ടത്. ഈ ഒരു സിവിയർ ആയിട്ടുള്ള ഇച്ചിങ് കണ്ടീഷനിൽ ഫ്ലേക്സ് നല്ല തിക്കായിട്ട് വരിക, യെല്ലോ കളറിലൊക്കെ വരുന്ന കണ്ടീഷനിൽ ഇങ്ങനത്തെ ടിപ്സ് നോക്കിയിരിക്കാതെ ഡോക്ടറെ കണ്ട് വിദഗ്ധമായിട്ട് ചികിത്സ എടുത്താൽ മാത്രമാണ് നമുക്ക് ഡാൻഡ്രഫ് പരിഹരിക്കാൻ പറ്റുന്നത്. ഡാൻഡ്രഫിനെ നമുക്ക് രോഗമായിട്ട് കാണാൻ പറ്റുന്നതല്ല. നമ്മൾ കറക്റ്റ് കെയർ ചെയ്താൽ 100% ക്യൂർ ആക്കാൻ പറ്റും. പിന്നീട് വീണ്ടും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ മാറുമ്പോൾ പിന്നെയും വരാം. അപ്പോഴും നമുക്ക് ഇതുപോലെ ആ ഒരു കെയറിങ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഡാൻഡ്രഫ്.